ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം. ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇയാൾ കള്ളുപിടിച്ചിട്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടുന്ന്. അപ്പോൾ ഓക്കെ, കള്ളു കുടിക്കണ സ്ഥലം, അതിൽ പല ഡോക്ടർമാർ അവിടെ പോകുന്നുണ്ട്, സിനിമാ നടന്മാർ പോകുന്നുണ്ട്, പോലീസുകാർ പോകുന്നുണ്ട്, അങ്ങനെ വലിയ വലിയ കാശുകാർ പോകുന്ന സ്ഥലങ്ങളാണ് ആ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിന്റെ സ്ഥലം കലൂരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ, കലൂരിൻ്റെ തന്നെ വേറെ എറണാകുളം പാലാരിവട്ടം ആ ഒരു റേഞ്ചിൽ എവിടെയോ ആണ് ഇപ്പോൾ വീണ്ടും അത് എന്തോ കേസ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ രാജേഷാണ് നടത്തിപ്പിക്കുന്നത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൽ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണ്, രാജേഷ് മൈനർ പെണ്ണുങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് സിനിമാഗ്രഹം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്നു, രാജേഷിനെ പറ്റിയിട്ട് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോണതാന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് വരുന്നത് കള്ളുപിടിച്ച് ബോധമില്ലാണ്ട് 2 മണിക്കും 3 മണിക്കും. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പക്ഷേ പിന്നെ ഇയാള് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്, അതും മുമ്പൊരു സെർവന്റ് ലേഡി ആ പെണ്ണിനെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി, അതുകൊണ്ടാണ് സാറിനായിട്ട് ഞാൻ പിണങ്ങിപ്പോയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ലേഡീനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ആ ലേഡിയോട് ഇയാൾ പറഞ്ഞതാണ്, ഇവൾക്ക് വട്ടാണ്, ഇവള് പറഞ്ഞത് കേൾക്കണ്ട, വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നെ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ട് ഇയാള് ആ പെണ്ണായിട്ട് രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോണു. ആ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് അവിടെ രാജേഷിന്റെ ബെഡ്റൂമിൽ ഈ പെണ്ണിനെ കയറ്റുന്ന ആൾക്കാർ കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, ആ പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഇടേണ്ട കാര്യമില്ല. അവരൊക്കെ കുറച്ച് കാശിന് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യണ ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരിനെ ഒന്നും എനിക്ക് ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇഫ് ഡിമാൻഡ്സ് ഞാൻ കൊണ്ടുവരാം. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ മൈനർ പെണ്ണുങ്ങളിനെയും അതുപോലെ തന്നെ മേജറായിട്ടുള്ള പെണ്ണുങ്ങളിനെയും ഒക്കെ ഈ സിനിമ ആഗ്രഹം പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ടെന്ന്. അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് ഇയാൾ പറഞ്ഞത് ഇയാളെ ഈ രാജേഷിന് കുറ്റം പറയുന്നുണ്ട്. പിന്നെയാണ് വേറെ ആൾക്കാർ പറഞ്ഞു കേൾക്കണത് ഇയാളവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യണതാണ്, അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോഴാണ് അങ്ങോട്ട് പോണതെന്ന്.